തലത്തിലൊക്കെ ഒരു കുട്ടിയുടെ മികവ് പ്രകടിപ്പിക്കുന്ന ഒരു പരീക്ഷയാണ് USS പരീക്ഷ. അപ്പോൾ നല്ല റിസൾട്ട് വന്നു, നിങ്ങളൊക്കെ വിജയിച്ചെന്ന് നമുക്ക് സന്തോഷിക്കുന്നു. എല്ലാവരെയും സ്കൂളിൻ്റെ പേരിൽ ഇത്രയും കൂടുതൽ എണ്ണം കുട്ടികൾ USS നടത്തുന്നത് ആദ്യമായി. സത്യത്തിൽ ഇത് നിങ്ങൾ പഠിച്ച UP സ്കൂളിലെ സ്ഥാനത്തെയാണ്. ഇതിലുള്ള ഒരുവിധം എല്ലാവരും NMMS പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരുമാണ് അല്ലേ? NMMS പരീക്ഷയ്ക്ക് വരുമാന പരിധി, അതുകൊണ്ട് ചില കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്തവരുണ്ടാവും. അവരെ ഉള്ളവർ നിങ്ങൾ ആ മികവ് പ്രകടിപ്പിക്കുക. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തിയ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട് LTS അതൊക്കെ എഴുതാം. അതിനൊക്കെ ഉള്ള ഒരു കവിതുമായി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എന്താ പറയുക, നിങ്ങൾ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ പകരം ഇത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും താഴ്ച പോയിട്ട് എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ എഴുതിയ ഒരു പൊതുപരീക്ഷയിൽ ഏറ്റവും മികവാർന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ ചരിത്രത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇത്രയും അധികം കുട്ടികൾക്ക് USS കിട്ടിയൊരു വർഷം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും മികവാണത്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇനിയുള്ള വരും വർഷങ്ങളിലെ നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇതേപോലെ ഉയർന്ന വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഇവർ പറഞ്ഞു USS വിജയിച്ച നിങ്ങളെ അഭിനന്ദിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. നിങ്ങൾ 100% അഭിനന്ദനം അർഹിക്കുന്നവർ. അതൊരു ചെറിയ പരീക്ഷ കേരളത്തിൽ അങ്ങോളം ഒരു പൊതു ചോദ്യ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പരീക്ഷയുണ്ട്. ചെറിയ കാര്യമില്ല. ഇവിടെ തുടർന്ന് അങ്ങോട്ട് വരുന്ന പരീക്ഷകളിലൊക്കെ ഇപ്പോഴെല്ലാം വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. പിന്നെ പഴയ പോലെല്ലാം USS കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് USS കിട്ടിയാൽ കിട്ടിയാൽ സ്കൂളുകാർ തന്നെ വന്നാലും വരും. പിന്നെ ഇങ്ങനെയല്ല, നാളെ മുതൽ നിങ്ങളെ ഫ്ലക്സ് ഇവിടെ അങ്ങനെ വരും ഇല്ലേ? ചന്ദ്രവട്ടക്കാർ അവർ ഫ്ലക്സ് അവിടെ വയ്ക്കും, ചാനലക്കാർ വേറെ ഫ്ലക്സ് വയ്ക്കും, വട്ടത്തോടുകാർ ഫ്ലക്സ് വയ്ക്കും. അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചുകൂടി എന്താണ് ഈ പഠിക്കുന്ന കുട്ടി എന്നുള്ള ആ ഒരു ലേബലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മാറുക. അങ്ങനെ മാറുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഉത്തരവാദിത്വം. ഈ സാഹചര്യം പോകാൻ പറ്റുമോ? ഈ പഠിക്കുന്ന കുട്ടിയെല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമായി എന്താണ് ഇപ്പം എന്നുള്ള നിങ്ങളുടെ നിലവാരം അതിനേക്കാൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം. നല്ല വിജയം കരസ്ഥമാക്കിയതിന്റെ പേരിലാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചെത്തിയതും സ്റ്റെപ്പിലേക്ക് മാത്രമേ നിങ്ങളിപ്പോൾ കാൽ വെച്ചിട്ടുള്ളൂ. ഇനി കൂടുതൽ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് കുതിക്കാൻ കരുത്തും ഊർജ്ജവും എല്ലാം ആകട്ടെ ഈ വിജയം എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ യുപിയിൽ നിന്ന് നേടാവുന്ന ഏറ്റവും വലിയ വിജയമാണ് നിങ്ങൾ നേടുന്നത്. അത് NMMS പരീക്ഷയും ഇതേപോലെ അടുത്തുള്ള വർഷങ്ങളിലെ പരീക്ഷയിലും തന്നെ ഉയർന്ന മാർക്ക് നേടാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയങ്ങളും എന്ന് പറയുന്നത് തുടർന്ന് പോകാനുള്ള ജീവിതം എന്ന് പറയുന്നത് അതിലെ വിജയങ്ങൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു വിജയം കൊണ്ട് മാത്രം നിർത്താനുള്ളതല്ല, പകരം ഒരുപാട് വിജയങ്ങൾ നമുക്ക് നേടാനുണ്ട്. പഠനത്തിനും ലൈഫിലുമൊക്കെ നമ്മൾ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഈ USS എന്ന് പറയുന്നത്. LSS നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ LSS കിട്ടിയ അധികം ആളുകൾക്കും USS കിട്ടിയിട്ടുണ്ടോ? കാരണം USSനേക്കാൾ LSS വളരെയധികം പ്രയാസകരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോ. ഇനി അഥവാ ഓരോ പരീക്ഷകൾ വിജയിക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ NMMS ഉണ്ട്, NTS ഉണ്ട്. ഇതൊക്കെ നേടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറിയ പരിശ്രമം മാത്രമല്ല. അപ്പം നിങ്ങൾ വലിയ കടമ്പകളാണ് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഈ പരിശ്രമം നിങ്ങൾ നിലനിർത്തുക. നമ്മളൊക്കെ സാധാരണ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ഇഫ് യു ഫീൽ യു ക്യാൻ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുവോ
നിങ്ങൾക്കത് ജീവിതത്തിൽ നേടാനാവും. ഞാൻ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ഇന്ന് ഞാൻ നേടിയിട്ടുണ്ട് എന്ന പോലെ നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം ഡ്രീം ഡ്രീം, സ്വപ്നങ്ങൾ കാണുക, നല്ല സ്വപ്നങ്ങൾ കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നൽകുന്നു. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഘട്ടം മാത്രമായിട്ട് ഒരു ടൈം പോയിന്റ് മാത്രമായിട്ട് കാണുകയും വരും പരീക്ഷകളിലൊക്കെ നല്ല വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധ്യത ചെയ്യുക എന്ന് എന്നോട് പറയാനുള്ളത്. ഈ വിജയികൾക്ക് എല്ലാവിധ ആശംസകളും ഹൃദയവും നേർന്നുകൊണ്ട് ഞാൻ മക്കളുടെ മുഖം ഒന്ന് കണ്ടിട്ടെ. വളരെ സന്തോഷമുള്ള സമയം. ഇന്ന് രാവിലെ തന്നെ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരും കൂടെ അന്വേഷിക്കുകയും ആരൊക്കെ നമ്മുടെ കുട്ടികളാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷവും ഈ ഒരു വിജയവും ഈ അടുത്ത 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കഴിഞ്ഞ് പോകുന്ന സമയത്തൊക്കെ ഉണ്ടാകണം. എല്ലാവിധ വിജയാശംസകളും നേരിടുക. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളുകളാണ് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സംവിധാനം നമുക്ക് സ്കൂൾ ഉറപ്പായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ പിന്തുണയും അതിനുണ്ടാകണം. ഒരുപാട് ആളുകളെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഫോം ചെയ്യണം, ഉപയോഗിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും ഈ സ്ഥാപനത്തിൽ നൽകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസ നേരുന്നു.